നെതന്യാഹു UN പ്രസംഗിച്ച ഒരു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ ക്ലെയിമാണ്. പുള്ളി പറയുന്നത് 1 ടൺ ആഹാരം ഈ 2 വർഷം കൊണ്ട് പെർ ഹെഡ് അവിടെ കിട്ടിയിട്ടുണ്ട്. 1 ടൺ ഒരാൾക്ക് 3000 കലോറി പെർ ഡേ. 1 ടൺ 1000 കിലോ ഒരാൾക്ക്. എവിടെയാണ് അത്രയും കിട്ടുന്നത്? സാധാരണ ഇതിൽ നമ്മൾ അത്രയും 3000 കലോറി ഒരു ദിവസം ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. 1500 കലോറിയൊക്കെ വളരെ നല്ല ഒരു ഇതാണെന്നാണ് നമ്മൾ പറയുക. അത്രയും ഫുഡ് അവിടെ വന്നിട്ടുണ്ട്, അതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാം. തീർച്ചയായിട്ടും അവിടെ പട്ടിണിയില്ല, ക്ഷാമമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു യുദ്ധ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് യുദ്ധം. കെടുതിയാണ്, നാശമാണ്, പ്രശ്നമാണ്. അതുകൊണ്ട് അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആഹാരം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. മല പോലെ പർവ്വതങ്ങൾ പോലെ ആഹാരക്കൂനുകളാണ് നമ്മൾ പല വീഡിയോകളിലും കണ്ടിരിക്കുന്നത്. അവിടെ കെട്ടിക്കിടക്കാണ്. UN പറയുന്നു നിങ്ങൾ കൊടുക്കണം, ഞങ്ങൾ കൊടുത്തോളാം. അതെന്താ? കൊടുത്താ പോരെ? നിങ്ങൾ തന്നെ കൊടുക്കുമ്പോൾ വേറെ ആളുടെ ടീമിന്റെ കൈ പോവും. അത് വേണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതൊക്കെ ടേണിംഗ് പോയിന്റ് ആണ്. അതായത് രക്തം കിനിയാതെ. പണ്ടല്ല ഷൈലോക്ക് ഒരു ജൂത കഥാപാത്രമാണ്, മെർച്ചന്റ് ഓഫ് വെനീസിൽ. ഷൈലോക്കിനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. നിനക്ക് മാംസം തരും, പക്ഷെ നീ രക്തം കിനിയാൻ പാടില്ല, നിന്റെ മാംസം നീ എടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ ജൂതനെ ശശിയാക്കിയ ഒരു കഥയുണ്ട്. ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണ്. ജൂതവിരോധമാണ് അതിനകത്തും കാണുന്നത്. ആന്റി സെമറ്റിസം 16-ാം നൂറ്റാണ്ടിലെ എലിസബീതൻ ഇംഗ്ലണ്ടിലെ ആന്റി സെമറ്റിസം തന്നെയാണ് മെർച്ചന്റ് ഓഫ് വെനീസിലും കാണുന്നത്. അത്ര മോശമായിട്ടാണ് ജൂത കഥാപാത്രത്തെ സൃഷ്ടിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഷേക്സ്പിയറിനെ ഇപ്പോൾ ആന്റി സെമറ്റിക് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം അത് കാലത്തിൻ്റെതായിട്ടുള്ള പരിഗണനകൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട്. അതേപോലെ ഈ ഷൈലോക്കിന്റെ അവസ്ഥയാണ് എപ്പോഴും. ഞാൻ ഒരിക്കലൊരു 2-3 വർഷത്തിന് മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഷൈലോക്കിന്റെ അവസ്ഥയാണ് എപ്പോഴും ഇസ്രായേലിനോട്. മാംസം, അതായത് ഹമാസിനെ നേരിടാം, ബന്ദികളെ തിരിച്ചു പിടിക്കാം, പക്ഷെ ഒറ്റ ഗാസക്കാരും കൊല്ലപ്പെടാൻ പാടില്ല, ആർക്കും ആഹാരം മുട്ടാൻ പാടില്ല, ആരെയും കറണ്ട് പോകാൻ പാടില്ല, വെള്ളം കൂടി ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഹമാസുകാരെ മാത്രം ഇല്ല പറഞ്ഞോണം, കൊതുകിനെ പിടിച്ച് അതിന്റെ കൊമ്പൊടിച്ചു വിട്ടു,